ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷമാകുന്നു. ഓർമ്മകളിൽ അർജുൻ ഇപ്പോഴും. കർണാടകയിലെ അങ്കോലയിൽ 16-ാം തീയതി രാവിലെ ഷിരൂരിലെ അപകട സ്ഥലത്ത് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ വാർത്താ സംഘം മാത്രമേ. ഗംഗാവാലി പുഴയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൃത്യമായ തോതിൽ സ്കൂബ ഡൈവേഴ്സിനെ എത്രയും പെട്ടെന്ന് Where is the SP, sir, please? Where is the SP? Okay, he doesn't know where is the SP. അങ്ങനെ ഗംഗാവലി പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവിടെ. AK അഭിലാഷ് ഉണ്ട് ഷിരൂരിൽ നിന്ന്. അഭിലാഷ്, അർജുൻ്റെ ഓർമ്മകൾ ആണ് ഇന്ന്. ഷിരൂരിൽ ദുരന്തം നടന്ന ഒരു വർഷമാകുന്നു. അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു വൈകാരികത മനസ്സിലാവും. കാരണം അത്രയധികം ദിവസം നീണ്ടു നിന്ന സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം എല്ലാം അവസാനിപ്പിച്ച് മടങ്ങിയിടത്ത് നിന്ന് വീണ്ടും മാധ്യമങ്ങളിലെ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലമായി തിരച്ചിൽ നടത്തി നമ്മൾ അർജുൻ്റെ മൃതദേഹമൊക്കെ കണ്ടെത്തിയത് ഇപ്പോഴും ഇന്നലെ എന്നതുപോലെയുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നാണ് അഭിലാഷ് അവിടെ ചെന്നപ്പോൾ മനസ്സിലായതല്ലേ? അവിടെ റേഞ്ചിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഏതായാലും മണ്ണിടിച്ചിൽ സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്നത്. നമ്മൾ കണ്ടതുപോലത്തെ അതേ രീതിയിൽ തന്നെ ആ കുന്നിടിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ മണ്ണ് ഇപ്പോഴും പൂർണ്ണമായി നീക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നുണ്ടായ മണൽത്തിട്ട, അതായത് ഈ നദിക്ക് നടുവിൽ രൂപപ്പെട്ട തിട്ടയും ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അഭിലാഷ് തുടരുകയാണ്. അഭിലാഷ്, ഫോണിൽ ചെറിയൊരു തകരാർ സംഭവിച്ചതാണ്. അവിടെ നിൽക്കുമ്പോൾ എന്താണ് ഒരു തോന്നൽ? മാത്രമല്ല അവിടുത്തെ സാഹചര്യമൊക്കെ വീണ്ടും പരിശോധിച്ചല്ലോ. ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. നിരവധി വാഹനങ്ങൾ ഇപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോഴും ഇത്തരത്തിൽ ഭീഷണി തുടരുന്ന എന്നത് ആശങ്കയുണ്ടാക്കുന്നതാണല്ലേ? തീർച്ചയായിട്ടും വലിയ ആശങ്കയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരു പക്ഷേ അർജുൻ്റെ ട്രക്ക് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത്, കാണുന്ന ഈ ഭാഗത്തായിരിക്കും നിർത്തിയിട്ടിരിക്കുക. ഈ ഭാഗത്താണ് വലിയ തരത്തിലൊരു മണ്ണിടിച്ചിൽ ഏതാണ്ട് 8 മണിയോട് കൂടി, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് 6:30 ഏതാണ്ട് 1.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഈ ഭാഗം നോക്കിയാൽ കാണാം, ഏതാണ്ട് 90 മീറ്ററോളം താഴ്ചയുണ്ട് ഈ ഭാഗത്ത്. ആ കുന്നിന് 90 മീറ്ററോളം താഴ്ചയും ഏതാണ്ട് 125 മീറ്ററോളം നീളത്തിലുമാണ് ഈ കുന്ന് ഇടിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 90,000 മീറ്റർ ക്യൂബ് മണ്ണ് ഒന്നിച്ച് താഴോട്ട് വരുന്ന ആ ഒരു കൈനറ്റിക് എനർജിയിലാണ് ഇവിടെ താഴ്ത്തട്ടിലുണ്ടായിരുന്ന അർജുൻ്റെ ട്രക്ക് ഏതാണ്ട് 100 മീറ്ററോളം അകലേക്ക് എടുത്തെറിഞ്ഞത്, ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് എടുത്തെറിഞ്ഞത്. ഏതായാലും നമുക്കറിയാം, നമ്മൾ 72 ദിവസവും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. കാരണം ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അലംഭാവം, ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുണ്ടായിരുന്ന അലംഭാവം, പിന്നീട് മാധ്യമങ്ങളുടെയൊക്കെ ശക്തമായ ഇടപെടൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഇടപെടൽ ശക്തമായോട് കൂടിയാണ് കരസേനയെ എത്തിക്കുന്നു, അതോടൊപ്പം തന്നെ നാവികസേനയെ എത്തിക്കുന്നു. തിരച്ചിൽ, വലിയ ദ്രുതഗതിയിലുള്ള തിരച്ചിൽ നടത്തുന്നു. ആദ്യഘട്ടത്തിലൊന്നും ഇവരൊക്കെ അത്യാധുനികമായ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഇതൊന്നും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവസാന ഘട്ടത്തിലാണ് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് ഈ പുഴയുടെ അടിത്തട്ടിൽ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തുകയും അവിടെ നിന്ന് അർജുനെയും അർജുൻ്റെ ട്രക്കുമൊക്കെ അവിടുന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന വളരെ വൈകാരികമായ നിമിഷങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത്തരത്തിൽ വളരെ ഇവിടെ നിൽക്കുമ്പോൾ, ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ആ വൈകാരികത ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം നമ്മളിവിടെ 72 ദിവസം നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു മണ്ണാണ്. അവിടെ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം അവിടെ നിൽക്കുമ്പോൾ പോലും ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ ഏത് രീതിയിലാണ് ഒരു ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാവരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഈ ഗംഗാവാലി പുഴയിലും അതോടൊപ്പം തന്നെ ഷിരൂരിലെ ഈ കുന്നിൻ ചരിവിലൊക്കെ നമ്മൾ കാണുകയും ചെയ്തത്. എന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഗംഗാവാലി പുഴയുടെ മധ്യഭാഗത്ത് കാണുന്ന ആ മൺതിട്ടകൾ ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം മുകൾ ഭാഗത്തൊക്കെ തടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഈ വർഷം വലിയ ശക്തമായ മഴ പെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ
പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാത്തത്. ഏതായാലും ആ മൺതിട്ട നീക്കുന്നതിന് വേണ്ടി 4.5 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുന്നിൻ ചരിവിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഇപ്പോഴും അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മൾ ഇവിടുന്ന് പോകുന്ന ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതേ സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ KSEBയുടെ ടവർ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, അതെടുത്ത് മാറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇടിഞ്ഞു വീണിരിക്കുന്ന മണ്ണ്, ഇളകിക്കിടക്കുന്ന മണ്ണ് ഇപ്പോഴും അവിടെയുണ്ട്, അതും എടുത്തു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല. അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെയും നോക്കൂ, മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കൂ, ഈ തൊട്ടരികെ അടുത്ത് തന്നെ വലിയ തരത്തിലുള്ള മരങ്ങളുണ്ട്. അത് എപ്പോഴും വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അവിടെ ചെറിയ ഈ നീരുറവകൾ ഇപ്പോഴും കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ നീരുറവുകളും അതോടൊപ്പം തന്നെ മറുഭാഗത്തുള്ള ഈ ദാബകളടക്കമുള്ളത് കൊണ്ടായിരിക്കണം അർജുൻ ഇവിടെ ഈ ഭാഗത്ത് ട്രക്ക് നിർത്താൻ ഇടവരുത്തിയത്. ഏതാണ്ട് ഒരു 4 മണിയോട് കൂടിയായിരിക്കും അർജുൻ അന്ന് ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അതിനുശേഷം 6 മണിയോട് കൂടി അദ്ദേഹത്തിൻ്റെ ട്രക്ക് ഇതിലൂടെ പോയ മറ്റ് ഡ്രൈവർമാർ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അന്ന് വലിയ തരത്തിലുള്ള ശക്തമായ മഴയായിരുന്നു 15-ാം തീയതി ഉണ്ടായത്. ഏതാണ്ട് 20 സെൻറ്റിമീറ്റർ അധികം മഴ പെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്നുണ്ടായ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മലയിൽ വലിയ തരത്തിൽ വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ ശക്തമായ കുന്നിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അക്കാര്യങ്ങൾ നമ്മൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏതായാലും ഒരു വർഷം പിന്നിടുന്നു. അതിൻ്റെ ദുരന്ത സ്മരണയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മളൊക്കെ ഉള്ളത് എന്ന് പറയാം. അതിവൈകാരികമായ സംഭവങ്ങൾ, അതിനിടയിൽ കുറേ മനുഷ്യ സ്നേഹികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കുറേ ആളുകൾ നമ്മൾ പരിചയപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. മനാഫ് അടക്കമുള്ള, രഞ്ജിത്ത് അടക്കമുള്ള കുറേ ആളുകളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അവരുടെ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഏതായാലും ഉണ്ട്. ഏതായാലും വലിയൊരു ദുരന്തത്തിൻ്റെ കാഴ്ചകൾ ഇപ്പോഴും നടുക്കുന്ന ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ ശിരൂർ കുന്നിൻ്റെ ഈ താഴ്വാരയിൽ നിൽക്കുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ശരി അഭിലാഷ്, വാക്കുകളില്ല പറയുന്നതിനായി. പക്ഷേ ഓർമ്മകളിൽ അർജുനുണ്ട്. എപ്പോഴും ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു അഭിലാഷാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.